Hi, welcome you all to Kerala School Tuition YouTube channel. Today we are going to discuss Standard 5 Maths. മാത്സിൻ്റെ 5th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5th ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പാർട്ട് നമ്പറാണ്. സോ അഗെയിൻ ഈ ചാപ്റ്റർ അനദർ ഈസി പോർഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇവിടെ പാർട്ട് നമ്പറിൻ്റെ പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്പറിൻ്റെ പാർട്ടിനെ കുറിച്ച് അവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഈ പിക്ചറിനകത്ത് നിങ്ങൾ കണ്ടോ 1/2 എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നമ്പറിൻ്റെ പാർട്ടുകളെ കുറിച്ച് അവിടെ പഠിക്കാൻ പോകുന്നത്. ഞാൻ ചെറിയ ഒരു ഐഡിയ തരാം നിങ്ങൾക്ക് അതിനെക്കുറിച്ച്. പാർട്ട് നമ്പർ നമ്മൾ പഠിക്കുന്നത് ജനറലായിട്ട് പറയുവാണെങ്കിൽ അവർ ഒരു വലിയ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ശ്രമമാണ് ഈ ചാപ്റ്ററിൽ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. യു നോ ഇറ്റ് ആൾറെഡി. നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാൻ ഒന്നുമില്ല. നിങ്ങളുടെ അറിവിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. എന്താണെന്ന് മനസ്സിലായോ? ഇല്ല, നോക്കാം നമുക്ക് എന്താണെന്ന്. ഒന്നെന്ന് പറയുന്നത് ഇത് ഒരു മാങ്ങ. ഓക്കെയാ? ഒരു മാങ്ങ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 2 സഹോദരങ്ങളുണ്ട്. 2 പേർക്കും തുല്യമായി കൊടുക്കാൻ പറഞ്ഞാൽ, ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ വാട്ട് വിൽ യു ഡു? നിങ്ങൾ ആ മാങ്ങയുടെ പകുതി, അതായത് ആ ഒന്നിനെ നിങ്ങൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി ഒരു ബ്രദറിന് കൊടുക്കും, അതിൻ്റെ പകുതി സിസ്റ്റർ കഴിക്കും. ശരിയല്ലേ? ബ്രദറിന് പകുതി കഴിക്കും, സിസ്റ്ററിന് പകുതി കൊടുക്കും. ഇത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ദാറ്റ്സ് ഇറ്റ്. അതായത് 1ൻ്റെ പകുതി 1/2 ആണെന്ന കാര്യം ഈ ചാപ്റ്റർ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 1/2. ഇപ്പോൾ മാങ്ങ നമ്മൾ പകുതിയാക്കി, ചക്ക നിങ്ങൾക്ക് പകുതിയാക്കാം. ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വരുന്നതെന്ന് വെച്ചോ, ഒരു കേക്ക്. ഏത് കേക്ക് വേണം? സ്ട്രോബെറി വേണോ, അതോ ബ്ലാക്ക് ഫോറസ്റ്റ് വേണോ, വൈറ്റ് ഫോറസ്റ്റ് വേണോ, ഏത് കേക്കോ ആയിക്കോട്ടെ, ഒരു പൂവും കായും ഒക്കെ ഉള്ളൊരു കേക്ക്. ഓക്കെ. സോ ഈ കേക്കിനെ നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ട്. ആരുണ്ട്? അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ ആരാ ഉള്ളത്? സിസ്റ്ററുണ്ട്, ബ്രദറുണ്ട്. അങ്ങനെ 4 പേരുണ്ട്. 4 പേർക്കും കൂടെ ഞാൻ പറയുമോ നിങ്ങളൊരു കാര്യം ചെയ്യ്. ഈ കേക്കിനെ എടുത്ത് 4 പേർക്കും തുല്യമായിട്ട് വീതിക്കുക. ഓർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദം. ഈക്വലി distribute among these 4 people. 1, 2, 3, 4. What will you do? ആദ്യം നിങ്ങൾ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 2 പേരാണെങ്കിൽ ഇത് 2ആയിട്ട് കൊടുക്കുക. ഇനി എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ നിങ്ങളതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. യെസ് ഓർ നോ? മനസ്സിലായോ കേക്കിൻ്റെ കണക്കെന്നാണ്? ആ കേക്കിനെ എടുത്തിട്ട് നിങ്ങൾ 4ആയിട്ട് കട്ട് ചെയ്യും. 4 തുല്യ ഭാഗം, 4 equal parts. Now 4 equal parts you can distribute among them. ഇത് പാർട്ട് 1, ഇത് നിങ്ങൾ അമ്മയ്ക്ക് കൊടുക്കും. പാർട്ട് 2 ഇത് നിങ്ങൾ അച്ഛന് കൊടുക്കും. പാർട്ട് 3 ഇത് നിങ്ങൾ സിസ്റ്ററിന് കൊടുക്കും. പാർട്ട് 4 നമ്മളുടെ ബ്രദർ എടുക്കും. മനസ്സിലാവുന്നോ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക, അമ്മയ്ക്ക് എത്ര കിട്ടി? അമ്മയ്ക്ക് മൊത്തം ഉണ്ടായിരുന്ന കേക്കിനെ 4ആയിട്ട് ഭാഗിച്ചതിൽ 1 കിട്ടി. So how much portion Amma got? How much portion your mother got? She got 1 out of 4 of the original cake. She got 1 out of 4 of cake. Yes or no? Originally എത്ര കേക്ക് ഉണ്ടായിരുന്നോ ആ ഫുൾ കേക്കിൻ്റെ 1 out of 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിനകത്ത് ഒരു പോർഷനാണ് യുവർ അമ്മ ഗോട്ട്. വാട്ട് അബൌട്ട് യുവർ അച്ഛൻ, ഫാദറിനോ? Your achan got same 1 out of 4 of the full cake. Yes or no? What about your sister? Sister also got 1 out of 4 of the full cake. What about the brother? He also got 1 out of 4 of the full cake. മനസ്സിലാവുന്നോ? അപ്പോൾ ഈ കൊണ്ടുവന്ന കേക്കിനെ 4ആയിട്ട് വീതിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. യെസ് ഓർ നോ? സോ 1/4 നമ്മൾ തുടങ്ങി എവിടാണ്? 1/2. ഇപ്പം നമ്മൾ പഠിച്ചത് എന്തുവാ? 1/4. ഇത്രയും നിങ്ങൾക്ക് അറിയാമോ? എന്നാൽ പിടിച്ചോ അടുത്തത്. വീട്ടിൽ അച്ഛൻ ഒരു ദിവസം വേറൊരു കേക്ക് മേടിച്ചുകൊണ്ട് വന്നു. അനദർ കേക്കിന് പകരം വേറെ എന്തോ ആക്കാം? നമുക്ക് വേറെ കഴിക്കുന്നതാണെങ്കിൽ നമുക്കൊരു അച്ചപ്പം ആക്കാം.
അച്ചപ്പം കഴിക്കാറുണ്ടോ? നിങ്ങളുടെ നാട്ടിലൊക്കെ അച്ചപ്പം ഉണ്ടോ? അച്ചപ്പം ഇങ്ങനെ ഇരിക്കുക അച്ചപ്പം. മനസ്സിലാവുന്നോ? ഈ അച്ചപ്പത്തിനെ അച്ഛൻ പറഞ്ഞു നമ്മൾ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മകനുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം അല്ലേ. സോ നമ്മൾ പറയും ഇൻ ദ ഫാമിലി there are 3 members. One is father, one is mother, and another one is son. So 3 people in the family. 1, 2, 3 people. Now the question is, the achapam you need to distribute equally. You need to distribute equally among these 3 persons. 3 പേർക്ക് തുല്യമായിട്ട് നമുക്ക് വീതിക്കണം. ഈക്വലി വി നീഡ് ടു ഡിസ്ട്രിബ്യൂട്ട്. സോ ഹൗ വിൽ യു ഡിവൈഡ് ദാറ്റ്? നേരത്തെ നമുക്ക് 4 ഭാഗിക്കാൻ പറഞ്ഞപ്പോൾ ഈസി ആയിരുന്നു. ഇതിനെ എടുത്തിട്ട് ഇങ്ങനൊരു വെട്ട് വെട്ടിയപ്പോൾ അത് 2ആയി, ഇങ്ങനൊരു വെട്ട് വെട്ടിയപ്പോൾ 4 പീസായി മാറി. ഇനി പറയുക, ഇതിനെ യു നീഡ് ടു ഡിവൈഡ് ഇൻ ടു 3 പീസസ്. ഹൗ മെനി? 3 പീസസ്. ഈസ് ദർ എനി വേ? നിങ്ങൾ എങ്ങനെ ചെയ്യും? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ അതിനെ 3 പീസായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നതെന്ന്? എനി ഐഡിയ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇത് 360 ഡിഗ്രിയാ ആംഗിൾ എന്ന് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. സോ ഇവിടെ നിങ്ങൾ ഇതിനെ 3 പീസായിട്ട് കട്ട് ചെയ്യുക എന്ന് വെച്ചാൽ 360 ഡിവൈഡ് ബൈ 312, ദാറ്റ് ഈസ് 120 ഡിഗ്രി യു ഷുഡ് ഗെറ്റ്. 120 ഡിഗ്രി. സോ ഇതിനെ നിങ്ങൾ കട്ട് ചെയ്യാനുള്ള എങ്ങനെ? ആദ്യം നിങ്ങളൊരു ലൈൻ അങ്ങ് വരയ്ക്കുക, ഒരു കട്ടിങ് ഉണ്ടാക്കുക ഇങ്ങനെ. എന്നിട്ട് ഇതിൽ നിന്ന് 120 മെഷർ ചെയ്യണം. 120 എങ്ങനെ മെഷർ ചെയ്യും? നമുക്ക് 60 മെഷർമെൻറ്റ് കിട്ടും. ഒരു സെറ്റ് സ്ക്വയറിൽ നിന്ന് വേറൊരു 16 കൂടെ എടുക്കുമ്പോൾ 120 ആയി. യെസ് ഓർ നോ? ഇത് 180 പോവും. സോ 60. സോ 120. യെസ് ഓർ നോ? 120. ഇനി ഇവിടെ നിന്ന് വീണ്ടും നിങ്ങൾക്ക് ഒരു 120 എടുക്കാം. ഹേനാ? സോ 3 പീസസ് യു ഹാവ് ഡിവൈഡഡ്. അഗെയിൻ ദീസ് ആംഗിളിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാനില്ല ഈ ചാപ്റ്ററിൽ ജസ്റ്റ് ഡിവിഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. സപ്പോസ് ദിസ് അച്ചപ്പം ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ പീസസ്. വെരി കെയർഫുൾ അബൌട്ട് ദ വേർഡ്സ്. I am using only very minimum word and try to focus on that. So equal pieces you are going to divide this achapam for what? In order to distribute among these 3 persons. Yes or no? Now my question. So ഇതിനെ നമുക്ക് ഇവർക്ക് വീതിക്കണം. ഇത് 1, ഇത് 2, ഇത് 3. So we have given this to piece 1 to father, piece 2 to mother, piece 3 to son. Now comes the chapter portion. Chapter is asking you what the chapter is asking you. Chapter is asking you how much portion of this achapam father got. What will you say? I know I have divided the total achapam into 3 pieces, 1, 2, 3. Out of that 1 piece I have given to my father. That means 1 out of 3 of this achapam I have given to my father. What about the mother? I have given 1 out of 3 of achapam to my mother. What about the son? I have given 1/3 of the achapam to the son. Yes or no? Yes or no? So each got 1/3, 1/3, 1/3. ഹേനാ? സോ 1/2 നിങ്ങൾ പഠിച്ചു, 1/4 നിങ്ങൾ പഠിച്ചു, 1/3 നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ആക്ച്വലി ഈ 1/2, 1/3, 1/4 എന്ന് പറയുന്നത് എന്താ? പാർട്ട് നമ്പേഴ്സാണ്. അതല്ലേ നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ പേര്? പാർട്ട് നമ്പേഴ്സ്. നമ്പർ നമുക്കറിയാം, അവർ കൗണ്ടിങ് നമ്പർ 1, 2, 3, 4, 5, 6 എക്സെട്ര. മനസ്സിലാവുന്നോ? ദെൻ പാർട്ട് നമ്പർ എന്ന് വെച്ചാൽ എന്തുവാ? ഇതിൻ്റെ പാർട്ട്, അതായത് നിങ്ങൾ ഈ കാണുന്ന നമ്പർ സീരീസിൽ ഉൾപ്പെടാത്തതാണിത്. 1/2 1ൻ്റെ പകുതി, 1/3 1ൻ്റെ 3/1,
1/4 ഒന്നിൻ്റെ 4/1. യെസ് ഓർ നോ? സോ 1/2, 1/3, 1/4 ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദിസ്? ഫ്രാക്ഷൻസ്. ഓക്കെ, നൗ യു ഹാവ് ടു study mixed fraction also, mixed fractions also in this chapter. What is mixed fractions? See, mixed fraction look like this: 1 2/3 കാണുന്നുണ്ടോ നിങ്ങൾ? അല്ലെങ്കിൽ 2 5/7. ഇങ്ങനെയുള്ള ടൈപ്പിനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അന്നേരം ചോദിക്കുക, എന്താ ഈ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്? സി, ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കൗണ്ടിങ് നമ്പേഴ്സ് 1 2 3 4 5 6 എക്സെട്ര എക്സെട്ര. ഏനാ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഫ്രാക്ഷൻസ് ആണ്. 1/2, 1/3, 1/4 എന്നും പറയുന്നത്. ഇവൻ്റെ രണ്ടിൻ്റെയും കൂടെ മിക്സാണ് മിക്സഡ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ഇതിനെ സൂചിപ്പിക്കും, അതായത് 5 5. ദെൻ ഈ ഫ്രാക്ഷൻ ഏതെങ്കിലും ഇവിടെ എഴുതും 5 1/4. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതെന്തുവാണ്? 5/4 നമ്മൾ അറിയത്തില്ലേ? സമയം എന്താടാ? 5/4. 5/4 എന്ന് വെച്ചാൽ എന്തുവാ? ഇങ്ങനെ ഈ 5/4ൻ്റെ അർത്ഥം മനസ്സിലാവുന്നോ? സോ ഈ മിക്സഡ് ഫ്രാക്ഷനും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമുക്ക് ചാപ്റ്റർ കാണാം. ചാപ്റ്ററിനകത്ത് ഇത്തിരി വളഞ്ഞാണ് അവർ മൂക്ക് പിടിക്കുന്നത്. നമുക്കതെങ്ങനെ സോൾവ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് അതിനകത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. Okay, I believe you might have understood the introduction of this chapter. Shall we continue? Okay, ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. മിനി പറഞ്ഞു 2 ദോശ കഴിച്ചിട്ട്, മാം ഐ നീഡ് ഓൺലി 1/2 മോർ, നോട്ട് എ ഫുൾ ദോശ. സോ ഒരു ഫുൾ ദോശയുടെ പകുതി, ഹാഫ് ദോശ, അത് നമുക്ക് വീട്ടിലെല്ലാവർക്കും അറിയാം. പകുതി ദോശ എന്ന് പറഞ്ഞാൽ അത് പകുതിയായിട്ട് മുറിക്കുക, അതിനകത്തൊന്നും പറയാനില്ല. സോ ഡയമീറ്ററിനകത്ത് ഒരു ലൈൻ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 പാർട്ടായിട്ട് ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് ഒരു ഹാഫാണ്, ഇത് വേറൊരു ഹാഫാണ്. ഹാഫിന് നമ്മൾ ആൾറെഡി പഠിച്ചു 1/2 എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഹാഫ് ദോശ. ഓക്കെ, ഹാഫ് ദ സർക്കിൾ ഈസ് കളേർഡ്. നൗ ഇവിടെ ഒരു ലൈൻ കൊടുത്തിരിക്കുകയാണ്. വാട്ട് അബൌട്ട് ദിസ് ലൈൻ? ഈ ലൈന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഹാഫ് ഒരു കളറ്, ഹാഫ് വേറൊരു കളർ. സോ ഹാഫ് ദിസ് ബ്ലൂ, ഹാഫ് റെഡ്. തിങ്ക് ഓഫ് സച്ച് എ ലൈൻ 1 മീറ്റർ ലോങ്, അതായത് 1 മീറ്റർ ലോങ് ആണെന്ന് വെച്ചോ. ഇത് അതിൻ്റെ അർത്ഥം എന്തുവാ? 1/2 മീറ്റർ. ഹാഫ് മീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ബ്ലൂവും, ഹാഫ് മീറ്റർ എന്ന് പറയുന്നത് റെഡും ആയിരിക്കും. യെസ് ഓർ നോ? ഹാഫ് എ മീറ്റർ ഫോർ ഹാഫ് 1 മീറ്റർ. സോ ദ ബ്ലൂ പാർട്ട് ഈസ് ഹാഫ് എ മീറ്റർ ആൻഡ് റെഡ് ഈസ് ഹാഫ് എ മീറ്റർ. ഇനി പറഞ്ഞത് മിൽക്കിനെ കുറിച്ചാണ്, പാല്. നമുക്കറിയാം പകുതി മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മൾ 1/2 ലിറ്റർ എന്ന് പറയും നമ്മൾ. യെസ് ഓർ നോ? So 1 liter of milk is divided equally among 2 kids. So half liter is given to the first one, half liter is given to the second one. So Mini wants only half of dosha, half of the circle is colored. So half. നിങ്ങൾ പഠിച്ച ആൾറെഡി കാര്യങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞത്, ചുമ്മാതെ വിരട്ട് വളച്ചിരിക്കുക. നിങ്ങളുടെ ഇൻ്റലിജൻസ് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഹാഫ് ഓഫ് 1 മീറ്റർ എന്ന് പറയുന്നത് എന്തുവാ? ഹാഫ് മീറ്റർ ആണ്. ഹാഫ് ഓഫ് 1 ലിറ്റർ എന്താണ്? ഹാഫ് ലിറ്റർ ആണ്. Now look at this picture. Is the colored part half of the circle? No. കാര്യം നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഏകദേശം ഈ ലൈനിലാണ് ഹാഫ് വരുന്നത്. ഇത് ഹാഫ് അല്ലെന്ന് മനസ്സിലാവും. Is it? No. Why do you say no? Because from the picture itself it's clear that this line is not diameter. So only a diameter can divide this circle into 2 equal parts. Since it is not a diameter, it is this colored portion is not a half portion. Look at these pictures. ഇതെന്തുവാ ചെയ്തിരിക്കുന്നത്? ഒരു റെക്റ്റാങ്കിൾസ് ആണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. റെക്റ്റാങ്കിൾസ്. സോ റെക്റ്റാങ്കിൾസ് ഇത് കണ്ടോ, വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കുന്ന ലൈനായിരുന്നു ഇത്. വെർട്ടിക്കൽ ലൈൻ. ഇങ്ങനെയുള്ള ലൈനിനെ നമ്മൾ ഹോറിസോണ്ടൽ ലൈൻ എന്ന് വിളിക്കും. എന്താ വെർട്ടിക്കൽ ഹോറിസോണ്ടലും? ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്കെല്ലാം അറിയാം. നേരെ വരയ്ക്കുന്നതാണ് വെർട്ടിക്കൽ ലൈന്, അതായത് നമ്മൾ കുത്തനെ താഴോട്ട് വരയ്ക്കുന്നത്. ഇങ്ങനെ സമാന്തരമായിട്ട് വരയ്ക്കുന്നതാണ് നമ്മളുടെ ഹോറിസോണ്ടൽ ലൈൻ. യെസ് ഓർ നോ? സോ ഹിയർ ദിസ് റെക്റ്റാങ്കിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്, ഹാഫ് by a vertical line.
This rectangle is divided into two equal parts, half half, by a horizontal line. Yes or no? A square is divided into two halves in two different ways. Can you half a square in any other way? ഇതുപോലൊരു സ്ക്വയറിനെ, ഇത് റെക്റ്റാങ്കിൾ ആണ്, അതോടൊപ്പം തന്നെ ഇതൊരു സ്ക്വയറുമാണെന്നാണ് പറയുന്നത്. ഒരു റെക്റ്റാങ്കിൾ എപ്പോഴാണ് സ്ക്വയർ ആവുന്നത്? വെൻ ദ റെക്റ്റാങ്കിൾ ബിക്കം എ സ്ക്വയർ, വെൻ ഓൾ ദി സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ ആർ സെയിം. യെസ് ഓർ നോ? സോ ഇതിനെ നിങ്ങൾ റെക്റ്റാങ്കിൾ ആദ്യം പറഞ്ഞത് തെറ്റൊന്നുമല്ല. കാര്യം നമുക്ക് മെഷർമെൻറ്റ് ഇതുവരെ തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡുകളും സെയിം മെഷർമെൻ്റ് ആണെങ്കിൽ നമ്മൾക്ക് അതിനെ സ്ക്വയർ എന്ന് വിളിക്കാൻ പറ്റും. സ്ക്വയർ. ഓക്കെയാ? സോ ഈ തന്നിരിക്കുന്നത് രണ്ട് സ്ക്വയറുകളാണെന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ. സോ ഈ സ്ക്വയറുകളുടെ രണ്ട് പാർട്ടായിട്ട്, രണ്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാണുന്നത്, ബൈ വെർട്ടിക്കൽ ബൈ ഹൊറിസോണ്ടൽ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഹാഫ് ആക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ക്യാൻ യു ഡു? പറ്റും. എങ്ങനെ? ബൈ ഡ്രോയിങ് ഡയഗണൽസ്. യെസ് ഓർ നോ? ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. ഇതേപോലെ ഒരു ഡയഗണലേ ഉള്ളൂ? അല്ല, ഇനിയുമുണ്ട് ഡയഗണല്. ഇനിയുമുണ്ട് ഡയഗണല്. യെസ് ഓർ നോ? സോ ദിസ് ഈസ് ആൾസോ ഹാഫ് പോർഷൻ. ഹേനാ? ഹാഫ് പോർഷൻ അല്ലേ ഇത്? ഇതും ഹാഫ് പോർഷനാണ്, ഇതും ഹാഫ് പോർഷനാണ്, ഇതും ഹാഫ് പോർഷനാണ്. സോ വി ക്യാൻ ഡ്രോ ദിസ് വേ ആൾസോ. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ, സിമ്പിളല്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി നമുക്ക് നോക്കാം 3 പാർട്സ്. അപ്പോൾ നമ്മൾ 2 പാർട്സ് ആക്കിയാണ് ചെയ്യുന്നത്. ദോശയായി, സർക്കിളിനെ, സ്ക്വയറിനെ, ഇതിനെല്ലാം 2 പാർട്സ് ആക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഹൗ വി ക്യാൻ ഡിവൈഡ് ദാറ്റ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. നൗ വി ആർ കമ്മിങ് ടു 3 ഈക്വൽ പാർട്സ്. അതായത് 1/3 നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? അതേ വെച്ച് യൂസിങ് എ സെറ്റ് സ്ക്വയർ വി ക്യാൻ മാർക്ക് 6 ഈക്വലി സ്പേസ്ഡ് പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ. യെസ് ഓർ നോ? ഈ സെറ്റ് സ്ക്വയർ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഇവിടെ 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ് ഇതെന്ന് പറയുന്നത്. ഇത് 60 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രിയാണ്. സോ യൂസിങ് എ സെറ്റ് സ്ക്വയർ വി ക്യാൻ മാർക്ക് 6 ഈക്വലി സ്പേസ്ഡ് പോയിൻറ്റ്സ് ഓൺ എ സർക്കിൾ. യെസ് ഓർ നോ? കാര്യം എന്തോ? സർക്കിൾ മൊത്തത്തിൽ 360 ഡിഗ്രിയാണ്. ഡിവൈഡഡ് ബൈ 60 കൊടുത്തു കഴിഞ്ഞാൽ 6. സോ 6 ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് വരയ്ക്കാൻ പറ്റും. 1 2 3 4 1 2 3 4. ഇച്ചിരി കൂടെ സ്പേസ് കൂട്ടണം. 1 2 ഏകദേശം 3 ഏകദേശം 4 ഏകദേശം 5 ഏകദേശം 6. സോ 6 ഈക്വലി സ്പേസ്ഡ് പോയിൻറ്റ്സ് നമുക്കിവിടെ കിട്ടി. ഓക്കെയാ? സപ്പോസ് വി ജോയിൻ ഓൺലി ദ ആൾട്ടർനേറ്റീവ് പോയിൻറ്റ്സ് ടു ദ സെൻറ്റർ. അതായത് ഈ പോയിൻറ്റും ഈ പോയിൻറ്റും കൂടെ ചേർത്ത്, മനസ്സിലാവുന്നോ? ഈ പോയിൻറ്റും ഈ പോയിൻറ്റും കൂടെ ചേർത്ത് അന്നേരം ഇത് എത്ര ഡിഗ്രി ആവും? 120 ഡിഗ്രി ആവും. യെസ് ഓർ നോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്? അതേ കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. സപ്പോസ് വി ജോയിൻ ഓൺലി ദ ആൾട്ടർനേറ്റീവ് പോയിൻറ്റ്സ് ടു ദ സെൻറ്റർ. സോ ഇത് 120 ഡിഗ്രിയാണ്, ഇത് 120 ആണ്, ഇത് 120 ആണ്. Draw this in a cardboard and cut out the pieces. Aren't all the same? Yes. So we can say each piece is 1/3 of the circle. 1/3 of circle. Yes or no? പറഞ്ഞാൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ 60 ഡിഗ്രി അല്ല 2 പ്രാവശ്യം സെറ്റ് സ്ക്വയർ എടുത്ത് മെഷർ ചെയ്യേണ്ടി വന്നത്? കാര്യം നമുക്ക് 120 ഡിഗ്രി ഉള്ള സെറ്റ് സ്ക്വയർ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ 2 പ്രാവശ്യം 60 എടുത്തിട്ട് അതിൻ്റെ സം ഇവിടെ എടുത്തത്. യെസ് ഓർ നോ? ഇഫ് എ സ്ട്രിങ് ഓഫ് ലെങ്ത് 1 meter ഈസ് കട്ട് ഇൻ ടു 3 ഈക്വൽ പീസസ്, ഈച്ച് ഈസ് ഓഫ് ലെങ്ത് 1/3 meter. യെസ് ഓർ നോ? 1/3 meter. What is this? If a string of length 1 meter is cut into 3 equal pieces, each of its length is 1/3 meter. Hana? Yes. If 1 liter of milk is divided equally among 3, very careful about those words. What all those words?
ഡിവൈഡഡ് ഈക്വലി എമംഗ് 3. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഈക്വലി എമംഗ് 3. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താലുള്ള കാര്യമാണ് പറയുന്നത്. ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ്? 1/3 ലിറ്റർ to each, 1/3. Father brought a cake and mother cut in like this. Father gave his share to Abu, so he got 2 pieces. അതായത് അവിടെ മദർ ഉണ്ട്, ഫാദർ ഉണ്ട്, അബു ഉണ്ട്. സോ 3 പേർക്കും വേണ്ടി അമ്മ അതിനെ 3 പീസായിട്ട് കട്ട് ചെയ്തു. ഫാദർ ഗേവ്, സോ ഇത് അച്ഛൻ്റെ പീസ്, ഇത് അമ്മയുടെ പീസ്, മദറിൻ്റെ പീസ്, ഇത് അബുവിൻ്റെ പീസ്. നോ ഫാദർ ഗേവ് ഹിസ് ഷെയർ ടു അബു. നമ്മുടെ വീട്ടിൽ സാധാ അച്ഛനല്ലേ, അങ്ങനല്ലേ, നമ്മളുടെ അച്ഛനോ അമ്മയോ അവരുടെ പീസ് നമുക്ക് തരും. സോ ഹീ ഗോട്ട് 2 പീസസ്. ദാറ്റ് മീൻസ് 2 of 3 equal pieces. So how much Abu got here? Out of 3, 2 pieces he got. എങ്ങനെ ആയിരുന്നേ? Out of 3, 2 pieces Abu got. How much mother got? Out of 3, 1 piece she got. സോ 3 പീസസ് ചേർത്ത് വെച്ചാൽ നമുക്കൊരു ഫുൾ കേക്ക് കിട്ടും. അതിനകത്ത് 1 പീസാണ് മദറിന് കിട്ടിയത്. സോ വി സേ 2/3 ഓഫ് കേക്ക്, 2/3 ഓഫ് എ കേക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ലേ 2/3, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2/3. ഹൗ ഡു വി റൈറ്റ് മദർ ഷെയർ? മദറിന് എത്ര കിട്ടിയേ? മദറിന് 1/3 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മദറിന് 1/3 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ 2 പോർഷനും കൂടെ ഫാദറിൻ്റെ അബുവിൻ്റെ കൂടെ മെർജ് ചെയ്ത് ഒരുമിച്ചാക്കി. അതാ ഇവിടെ 2/3 എന്ന് കൊടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നോ? ഇനി നിങ്ങൾക്ക് വേറെ രീതി ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ 1/3 എന്ന് പറയുന്നത് അബുവിന് ആദ്യം കിട്ടിയത്, 1/3 എന്ന് പറയുന്നത് ഫാദറിൻ്റെ. ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ഒരുമിച്ചാക്കിയപ്പോൾ നമുക്ക് കിട്ടും 2/3. സീ, ഫ്രാക്ഷൻസിനെ നമ്മൾ സം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ ഈ ലോവർ പോർഷനെ ഡിനോമിനേഷൻ എന്ന് പറയും, ഇതിനെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് മുകളിലുള്ളത്, ഡിനോമിനേഷൻ എന്ന് പറയുന്നത് താഴെ ഉള്ളത്. യൂഷ്വലി നമ്മൾ 1 + 3 നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? 3 + 1 4. മനസ്സിലാവുന്നോ? ഇനി ആരെങ്കിലും പറയാൻ നിങ്ങളോട് 2/5 + 6/7 സം ചെയ്യാൻ പറയുക. ഒരിക്കലും നിങ്ങൾ ഇത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ എഴുതിയോ ഇത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ എഴുതിയോ ചെയ്യരുത്. അത് തെറ്റാണ്. കാരണം ഫ്രാക്ഷൻസിനെ രണ്ടും കൂടെ സമ്മ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ അതായത് താഴെയുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. മനസ്സിലായോ? ഇല്ല. അതായത് ഒരു 2/5നെയും 6/5നെയും നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. കാര്യം അതിൻ്റെ രണ്ടിൻ്റെയും താഴെയുള്ളത് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 5 ആണ്. ന്യൂമറേറ്റർ എന്തോ ആയിക്കോട്ടെ, ഇവിടെ രണ്ടും ഡിനോമിനേറ്റർ 5 ആണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നു വെച്ചാൽ ഈ 5 അതുപോലെ എടുത്ത് ഇവിടെ എഴുതും. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടും. 6 × 2 8. മനസ്സിലാവുന്നോ? പക്ഷേ ന്യൂമറേറ്റർ സെയിം ആയെന്ന് വെച്ചോ, 3 + 3/2/5 ഇങ്ങനെയാണെന്ന് വെച്ചോ. സോ യു കെ നോട്ട് സബ്മിറ്റ്. കാര്യം എന്താ? അതിൻ്റെ ഡിനോമിനേറ്റർ രണ്ടും 2 ആണ്. വി കെ നോട്ട് സബ്മിറ്റ്. സോ ഇവിടെ അബുവിന് കിട്ടിയത് 1/3 ആണ്. അതായത് 3ൽ 1 ആണ്. അതും ഫാദറിന് കിട്ടിയ 3ൽ 1ഉം 1/3 കൂടെ കൂട്ടണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് 3 ഈസ് ദെയർ, 1 + 1 2 ഈസ് ദെയർ, 2/3. യെസ് ഓർ നോ? നൗ ഓൺ എ സ്ട്രിങ് 1 meter long, 3 equal parts are marked and 1 piece cut off. എന്തോ ഇവിടെ ചെയ്തേ? ഓൺ എ സ്ട്രിങ് 1 meter long, അതിനെ 3 പീസായിട്ട് ഈക്വൽ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുക, മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതെത്രയാണ്? 1/3 പീസാണ്. ഇത് 1/3 മീറ്ററാണ്, 1/3 മീറ്ററാണ്. ഇനി ചെയ്തിരിക്കുന്നത് ആൻഡ് 1 പീസ് കട്ട് ഓഫ്, ഇതിൻ്റെ ഇവിടെ വെച്ച് മാത്രം കട്ട് ചെയ്ത് മാറ്റി. അതായത് ദിസ് ഈസ് 1/3 മീറ്റർ, ദിസ് ഈസ് നമ്മൾ നേരത്തെ കണ്ടത് എന്താണിത്? 2/3 മീറ്റർ. What is the length of the smaller piece? 1/3 meter. And the longer one 2/3 meter. Now draw a square of side 3 centimeter. So ഈ സൈഡ് എത്ര ഉണ്ട്? 3. ഈ സൈഡ് എത്ര ഉണ്ട്? 3.
ഈ സൈഡ് എത്ര ഉണ്ട് 3, ഈ സൈഡ് എത്ര ഉണ്ട് 3. കാര്യം ഒരു സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും all 4 sides are equal. Yes or no? So draw a square of side 3 centimeter. Mark points on top and bottom sides. So ടോപ്പിലും ബോട്ടമിലും ഇങ്ങനെ ഒരു സെൻറ്റിമീറ്ററിൽ ഒരു പോയിൻ്റ് കൊടുക്കാൻ 1 centimeter ഫ്രം ലെഫ്റ്റ്. സോ ലെഫ്റ്റിൽ നിന്നും 1 centimeter വിട്ട് ഇവിടെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി, ഇവിടെ നിന്നും ഒരു ലെഫ്റ്റിൽ നിന്നും 1 centimeter മാറ്റി ഇവിടെ അടയാളപ്പെടുത്തി. ജോയിൻ ദീസ് പോയിൻറ്റ്സ്, ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്ക്വയർ ഈസ് നൗ സ്പ്ലിറ്റ് ഇൻ ടു 2 rectangles, റൈറ്റ്? യെസ്. ഹൗ മച്ച് ഓഫ് ദ സ്ക്വയർ ഈസ് സ്മോളർ റെക്റ്റാങ്കിൾ ആൻഡ് ദ ലാർജർ? നമുക്കറിയാം ഇത് 3 centimeter ആണ്. 3 centimeter ഉള്ള ഒരു സൈഡിനെ നമുക്ക് 3 പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. 1 centimeter, 1 centimeter, 1 centimeter, 1 centimeter, 1 centimeter, 1 centimeter. യെസ് ഓർ നോ? ഇങ്ങനെ ഈ 3 സെൻറ്റിമീറ്ററിനകത്ത് ഒരു പീസാണ് ഇത്, 3 സെൻറ്റിമീറ്ററിൽ ഒരു പീസാണ് ഇത്. അതായത് ഈ മൊത്തമുള്ള സ്ക്വയറിൻ്റെ 3 പീസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു പീസാണ് സ്മോളർ 1. സോ ഹൗ മച്ച് ഓഫ് ദ സ്ക്വയർ ഈസ് ദ സ്മോളർ റെക്റ്റാങ്കിൾ? സ്മോളർ റെക്റ്റാങ്കിൾ എത്ര? സ്മോളർ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് 1/3 ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ. ലാർജർ വണ്ണോ 2/3 ഓഫ് ഒറിജിനൽ സ്ക്വയർ. കളർ ദ 1/3 പാർട്ട് റെഡ്. 1/3 പാർട്ടിനെ റെഡായിട്ട് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 2/3 പാർട്ടിനെ ഗ്രീനായിട്ട് കളർ ചെയ്തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കളർ ചെയ്താലോ? 1/3 റെഡാക്കണം. റെഡ്. ഓക്കെ, 1/3 റെഡാക്കി. പിന്നെ എന്ത് പറഞ്ഞിരിക്കുന്നത്? 2/3 ഗ്രീൻ ആക്കണം. 2/3 ഗ്രീൻ ആക്കണം. Yes or no? Now can you split the square into 1/3 and 2/3 in any other way? വേറെ ഏതെങ്കിലും തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. കാര്യം ഇത് വെർട്ടിക്കലായിട്ടുള്ള ഡിവിഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി എനിക്ക് ഹോറിസോണ്ടൽ ഡിവിഷൻ പറ്റും. എങ്ങനെ ഹോറിസോണ്ടൽ ഡിവിഷൻ പറ്റുന്നത്? ഞാൻ ഇവിടെ ഒരു 1 centimeter എടുത്തു, എന്നിട്ട് ഇങ്ങനെ വരച്ചു. മനസ്സിലാവുന്നോ? അപ്പോൾ ഇതെന്ന് പറയുന്നത് 1/3 ആവും, ഇത് 2/3 ആവും. വേറെ ഏതെങ്കിലും രീതി പറ്റുമല്ലോ. എങ്ങനെയാ? സപ്പോസ് ഞാൻ ഇവിടുന്ന് ഒരു 1 centimeter എടുത്തു, എന്നിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റി, ഇത് 1/3 ആവും, ഇത് 2/3 ആവും. യെസ് ഓർ നോ? ഇവിടുന്ന് 1 എടുത്തു, ഇത് 1/3 ആവും, 2/3. അങ്ങനെ ഒരുപാട് തരത്തിൽ എനിക്കിതിനെ 2 പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. Now in the picture below, what part of the rectangle is colored? What part of the rectangle is colored? See, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിരിക്കുന്നു. റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് തമ്മിൽ ചേർത്ത് ലൈൻ വരച്ചിരിക്കുന്ന കണ്ടോ? ഡയഗണൽസ് തമ്മിൽ ചേർത്ത് വരയ്ക്കുമ്പോൾ ഈ റെക്റ്റാങ്കിൾ 2 ഹാഫായി മാറും. യെസ് ഓർ നോ? In the picture below, what part of the rectangle is colored? 1/2 part of the rectangle is colored. Yes or no? Now color 2/3 of the square below. ഈ സ്ക്വയറിനെ 2/3 കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കളർ ചെയ്യും? സോ നിങ്ങൾ ഇതിൻ്റെ സൈഡ് ഒന്ന് മെഷർ ചെയ്ത് നോക്കണം. മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 3 centimeter കിട്ടും. ഇതും 3 centimeter ആണ്. യെസ് ഓർ നോ? സോ ഇവിടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ കണക്ക് ഇവിടെയും 3 centimeter കിട്ടും. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇത് 2/3 ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചെയ്യാം. യെസ് ഓർ നോ? സോ യു ക്യാൻ കളർ ദിസ് പോർഷൻ. Fine. Color 2/3 of the rectangle below blue and the remaining green. സോ ഈ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്ര? 6 centimeter ആണ്. ഒരെന്ന് പറയുന്നത് 3 centimeter ആണ്. സോ 6 centimeterൻ്റെ 3 പീസാക്കി മാറ്റുക എന്ന് പറയുന്നത് 2, 2. സോ 2 centimeter, 2 centimeter, 2 centimeter. 3 centimeterൻ്റെ ആണെങ്കിലോ 1 centimeter, 1 centimeter, 1 centimeter.
2 2 2 1 1 1. സോ ഇങ്ങനെ രണ്ട് ആയിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് മെഷർമെൻറ്റ് നമുക്ക് ഈ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് ഈ റെക്റ്റാങ്കിളിൽ കൊടുക്കാൻ പറ്റും. ഇനി പറയുന്നത് കളർ 2/3 ഓഫ് ദ റെക്റ്റാങ്കിൾ ബിലോ ബ്ലൂ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. ഹോറിസോണ്ടലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വെർട്ടിക്കലായിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് വെർട്ടിക്കലായിട്ട് ചെയ്താലോ? വെർട്ടിക്കലായിട്ട് നമ്മൾ 2 2 4 ഇതാണ് 2/3 എന്ന് പറയുന്നത്. യെസ് ഓർ നോ? സോ 2/3 ഓഫ് ദ റെക്റ്റാങ്കിൾ ബ്ലൂ ആയിട്ട് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ബ്ലൂ. സോ 2/3 ബ്ലൂ. യെസ് ഓർ നോ? 2/3. ഇനി പറഞ്ഞിരിക്കുന്നത് എന്തുവാ? റിമൈനിങ് ഗ്രീൻ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. (1/3). So what part is colored green? Green is 1/3 of the rectangle. 1 meter long string. Next one. 1 meter long string is made into a square. എന്താണ്? 1 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ് എടുത്തിട്ട് അതിനെ ഒരു സ്ക്വയർ ആക്കി മാറ്റുവാണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ്? നിങ്ങൾ പറ. ഇപ്പോൾ 1 മീറ്റർ ലെങ്തുള്ള ഒരു സ്ട്രിങ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു സ്ക്വയർ ആക്കി വേണമെങ്കിൽ എന്തോ വേണം? അതിന് 4 സൈഡ് വേണം. 1 2 3 4. അതായത് ഈ 1 മീറ്ററിനെ എനിക്ക് 4 ഈക്വൽ ഡിവിഷനായിട്ട് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്കൊരു സ്ക്വയർ നിർമ്മിക്കാൻ പറ്റൂ. അതേസമയത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ ആണെന്ന് വെച്ചോ. സപ്പോസ് ഐ ആം ഗോയിങ് ടു മേക്ക് എ ട്രയാങ്കിൾ ഫ്രം ദിസ് 1 മീറ്റർ. അതിനകത്ത് 3 സൈഡാണുള്ളത്. സോ ഒരു ഇക്വലാട്രൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഇക്വലാട്രൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഈക്വലാണ്. അതിനകത്താണെങ്കിൽ ഈ 1 മീറ്ററിനെ നമ്മൾ 3 കട്ട് ചെയ്യും. കാര്യം 3 സൈഡാണ് വേണ്ടത്. അതേസമയത്ത് ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിലോ 4 സൈഡാണ് എനിക്ക് വേണ്ടത്. യെസ് ഓർ നോ? സോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. സോ 1/4 ഓഫ് ദ മീറ്റർ, 1/4 ഓഫ് ദ മീറ്റർ, 1/4 ഓഫ് ദ മീറ്റർ, 1/4 ഓഫ് ദ മീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ്? മനസ്സിലായോ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ്? 1/4 മീറ്റർ. വാട്ട് പാർട്ട് ഓഫ് ദ സ്ക്വയർ എബവ് ഈസ് കളേർഡ്? സോ അങ്ങനെ ഒരു സ്ക്വയർ നിർമ്മിച്ചു. അത് കഴിഞ്ഞിട്ട് കളറിങ്ങാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ പാർട്ടിലും കളറിങ് വന്നിട്ടുണ്ട്, ഈ പാർട്ടിലും കളറിങ് വന്നിട്ടുണ്ട്, ഈ പാർട്ടിലും കളറിങ് വന്നിട്ടുണ്ട്. ഈ സ്ക്വയറിൻ്റെ എത്ര പോർഷനെയായി കളർ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. മനസ്സിലാവുന്നോ? നോക്കാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മ കാണും. നമുക്ക് ഈ റെക്റ്റാങ്കിളിനെ ഈ സ്ക്വയറിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഡയഗണൽസ് യൂസ് ചെയ്യാൻ പറ്റും. ഡയഗണൽ 1, ഡയഗണൽ 2. യെസ് ഓർ നോ? സോ ഞാൻ ഈ ഡയഗണൽ 1 യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് ഒരു ഈക്വൽ പാർട്ട് എന്ന് പറയുന്നത്. യെസ് ഓർ നോ? നൗ ഈ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ നിങ്ങൾ കണ്ടോ? ഈ ട്രയാങ്കിളിനെ വീണ്ടും 2 പാർട്ടായിട്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇങ്ങനെ ജോയിൻ ചെയ്ത്. സോ ഇത് 1/4 പോർഷനാണ്, ഇത് 1/4 പോർഷനാണ്, ഇത് 1/4 പോർഷനാണ്. ഇത് 1/4 പോർഷനാണ്. യെസ് ഓർ നോ? മനസ്സിലാവുന്നു നിങ്ങൾക്ക്? സോ ഈ സ്ക്വയറിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്. മനസ്സിലായോ? ഈ സ്ക്വയറിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് എങ്ങനെ? ഞാൻ ആദ്യം ഒരു ഡയഗണൽ ഇങ്ങോട്ട് വരച്ചു, എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ഡയഗണൽ ഇങ്ങോട്ട് വരച്ചു. സോ വരച്ചപ്പോൾ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 പോർഷനായി. സോ ദിസ് ഈസ് 1/4 ആണ്, ദിസ് ഈസ് 1/4 ആണ്, ദിസ് ഈസ് 1/4 ആണ്, ദിസ് ഈസ് 1/4 ആണ്. ഇനി ചോദ്യം, ഇതിനകത്ത് കളർ ചെയ്തിരിക്കുന്ന ഷെയ്ഡഡ് ഏരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷെയ്ഡഡ് ഏരിയ 2 പാർട്ടാണ്. സോ 2 out of 4 ഈസ് ഷെയ്ഡഡ് റീജിയൻ ഹിയർ. 2 out of 4 ഈസ് ഷെയ്ഡഡ് റീജിയൻ. സോ ഈ 2 out of 4 ഓഫ് സ്ക്വയർ. സോ സ്ക്വയറിനെ 4 പീസ് ആക്കിയതിൽ 2 out of 4 ആണ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത്.
മനസ്സിലാവുന്നോ? ഇനി 2/4 നിങ്ങൾക്ക് സിമ്പിൾ ഫോമിൽ എഴുതാം. അറിയാമോ അത്? ശരി, അതും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് പോകാം. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പിന്നീട് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം ഞാൻ. അവിടെ ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫ്രാക്ഷൻസ്, അതായത് നിങ്ങളിപ്പോൾ 3/6 എന്ന് കണ്ടു കാണും. 4/8 എന്നുള്ള ഫ്രാക്ഷൻസ് ഉണ്ട്. സോ മുകളിലും താഴെയും ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ കണ്ട 2/4. സോ നേരത്തെ ഞാൻ 360 ഡിവൈഡഡ് ബൈ 60 ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഞാൻ ക്യാൻസലേഷൻ ചെയ്തായിരുന്നു. ഓർമ്മയുണ്ടോ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 0 ഉള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? ഇനി ഈ 6 കൊണ്ട് എനിക്ക് 36 ഡിവൈഡ് ചെയ്യേണ്ടത്. അതിന് ഞാൻ എങ്ങനെ ഡിവൈഡ് ചെയ്തത്? 1 6 6 6. സോ 6 എനിക്കിവിടെ ആൻസർ കിട്ടിയത്. സിമിലർലി ഇവിടെ ഒരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ 3/6, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എന്തുണ്ടെങ്കിൽ? കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ. നിങ്ങൾക്കിത് മനസ്സിലാവുന്നോ എന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് പറയുകയാണ്. കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ 3യെ എനിക്ക് 3 × 1 എന്ന് എഴുതാം. ഇവിടെ 6നെ എനിക്ക് 2 × 3 എന്ന് എഴുതാം. യെസ് ഓർ നോ? ദിസ് ഈസ് ഈക്വൽ ടു ദിസ്. 3 × 1 ഈസ് 3. 2 × 3 ഈസ് 6. 3 2 6. 3യും 3യും മോൾ കോമൺ ആയതുകൊണ്ട് ഞാൻ വെട്ടിക്കളഞ്ഞു. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് 1/2. ഓർ 3/6 ഈസ് ഈക്വൽ ടു 1/2. 3/6 ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ. സോ ഇവിടെ 2/4. സിമിലർലി ഇവിടെ 2/4. സോ 2നെ എനിക്ക് എങ്ങനെ എഴുതാം? 2 × 1 എന്ന് എഴുതാം. 4നെ എങ്ങനെ എഴുതാം? 2 × 2 എന്ന് എഴുതാം. 2ഉം 2ഉം കോമൺ ഫാക്ടർ ഞാൻ വെട്ടിക്കളഞ്ഞു. ഐ ഗോട്ട് 1/2. സോ 2/4 ഈസ് സെയിം ആസ് 1/2. 3/6 ഈസ് സെയിം ആസ് 1/2. മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് കടക്കാം. സോ അടുത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇൻ ദ ലൈൻ ബിലോ ഈക്വലി സ്പേസ്ഡ് ഡോട്ട്സ് ആർ മാർക്ക്ഡ്. 1 2 3 4 5 6. സോ ടോട്ടലി 7 പോയിൻറ്റ്സ് ഉണ്ട്. 1 2 3 4 5 6 7. What part of the whole line is the length AD? മനസ്സിലാവുന്നു? AD എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ എത്ര പാർട്ടാണെന്ന് ചോദിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. സോ ഈ തന്നിരിക്കുന്ന ലൈനിനെ നമ്മൾ 1 2 3 4 5 6 7 ഡോട്ട്സ് വെച്ചു. ബട്ട് എത്ര പാർട്ടായിട്ടാണ് നിങ്ങൾ ഇവനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? അതായത് ഓരോ പാർട്ടിനും എനിക്കിതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റണം. ഐ ഷുഡ് ബി ഏബിൾ ടു പിക്ക്. അതായത് AB എന്ന് പറയുന്ന പീസിനെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് വെട്ടിയെടുത്ത് മാറ്റാം. യെസ് ഓർ നോ? DE പീസിനെ വെട്ടിയെടുത്ത് മാറ്റാം. സോ ലൈക്ക് ദാറ്റ് ഐ ക്യാൻ കൗണ്ട് ദ നമ്പർ ഓഫ് പീസസ് ഇൻ ദാറ്റ്. സോ ദിസ് ഈസ്, ഐ ആം ജസ്റ്റ് റിമൂവിങ് ദിസ് പോയിൻറ്റ്സ് നമ്പർ. ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ഗീവ് ദ പീസ് നമ്പർ ഹിയർ. സോ ദിസ് ഈസ് പീസ് നമ്പർ 1 ഓർ part number 1. So this is part number 2, third part, 4 part, 5 part, 6 part. So this line is divided into 6 equal parts. So 6 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട് ഈ ലൈനിനെ. ഇനി എന്തുവാ ചോദ്യം? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്, AB എന്ന് പറയുന്ന പാർട്ട് ഈ ടോട്ടൽ സ്ട്രിങ്ങിൻ്റെ എത്ര പോർഷനാണ്? സോ AB എന്ന് പറയുന്നത് 1 ആണ് ഔട്ട് ഓഫ് 6 പാർട്സ്. ഓക്കെയാ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, DE നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ DE കാണുന്നുണ്ടോ? സോ DE എന്ന് പറയുന്നത് ടോട്ടൽ പോർഷൻ്റെ എത്ര ആണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെന്തോ പറയും? DE എന്ന് പറയുന്നത് 1 ആണ് ഔട്ട് ഓഫ് 6. സോ ഞാൻ AB എടുത്താലും BC എടുത്താലും CD എടുത്താലും DE എടുത്താലും EF എടുത്താലും FG എടുത്താലും ഇതെല്ലാം 1 ഔട്ട് ഓഫ് 6 പീസ് ആണ്. 1 ഔട്ട് ഓഫ്
6 പീസാണ്. മനസ്സിലാവുന്നോ? അതേ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുക എ സി. എന്താ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്? എ സി. സോ എ സി എന്ന് പറഞ്ഞാൽ എന്തുവാ? പാർട്ട് നമ്പർ 1 പാർട്ട് നമ്പർ 2 രണ്ടും കൂടെ ചേർന്നതാണ് എ സി. സോ എ സി എന്ന് പറയുന്നത് 2 പാർട്ടാണ്. ഔട്ട് ഓഫ് ടോട്ടൽ എത്ര പീസുണ്ട്? 1 2 3 4 5 6 2/6 ആണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് ഇ ജി എന്ന് പറയുന്നത് 5 6 അങ്ങനെ 2 പീസ് ഉണ്ട് അതിനകത്ത്. സോ ഇ ജി ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ദാറ്റ് ഈസ് 2 ഔട്ട് ഓഫ് 6 എന്ന് പറയും. യെസ് ഓർ നോ? സോ അതുപോലെ ഞാൻ ഏത് ചോദിച്ചാലും, എ സി ചോദിച്ചാലും, ബി ഡി ചോദിച്ചാലും, സി ഇ ചോദിച്ചാലും, ഡി എഫ് ചോദിച്ചാലും, ഇ ജി ചോദിച്ചാലും അതെല്ലാം 2 ആണ് ഔട്ട് ഓഫ് ദ 6 പീസസ്. ഔട്ട് ഓഫ് ദി 6 പീസസ് 2 ഔട്ട് ഓഫ് ദ 6 പീസസ്. മനസ്സിലാവുന്നോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? സോ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുക 3 പീസ് ചേർത്ത് ചോദിക്കുക, എ ഡി ചോദിക്കുക. സിമിലർലി ഐ ആം ഗോയിങ് ടു ആസ്ക് യു എ ഡി. എ ഡിയിൽ ഏതൊക്കെ ചേരും? എ ബി ചേരും, ബി സി ചേരും, സി ഡി ചേരും. സോ പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 എല്ലാം കൂടെ ചേർന്നതാണ് ഈ എ ഡി എന്ന് പറയുന്നത്. യെസ് ഓർ നോ? സോ എ ഡി എന്ന് പറയുന്നത് എത്ര പോർഷനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 1 പാർട്ട് 2 പാർട്ട് 3 പാർട്ട് ചേർന്നതാണ്. ദാറ്റ് ഈസ് എ ഡി എന്ന് പറയുന്നത് 3 ആണ് ഔട്ട് ഓഫ് 6 എന്ന് നിങ്ങൾ പറയും. സിമിലർലി ഞാൻ നിങ്ങളോട് ചോദിക്കും ചിലപ്പോൾ ഡി ജി ചോദിക്കുക. അപ്പോൾ ഡി ജി എന്ന് പറയുമ്പോൾ നിങ്ങൾ എണ്ണം 1 പാർട്ട് 2 പാർട്ട് 3 പാർട്ട്. സോ ഡി ജി എന്ന് പറയുന്നത് 3 പാർട്ടുകൾ ചേർന്നതാണ് ഡി ജി. സോ എന്താണ് ഡി ജി എന്ന് പറയുന്നത് 3 പാർട്ടാണ് ഔട്ട് ഓഫ് ദ ടോട്ടൽ 6. ടോട്ടൽ എത്ര? 6. മനസ്സിലാവുന്നോ? ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് എ ജി. എന്താണ് എ ജി? സോ എ ജി എന്ന് പറഞ്ഞാൽ എന്തോ ഫുൾ ലൈനാണ്. അതായത് ഈ 6 പാർട്ടുകളും ചേർന്നതാണ് എ ജി. സോ യു വിൽ റൈറ്റ് ദാറ്റ് ഈസ് 6 ഔട്ട് ഓഫ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ ഫുൾ ലൈൻ വരും അതിനകത്ത്. യെസ് ഓർ നോ? കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്തതിനകത്തോട്ട് പോകാം. ഇവിടുത്തെ ചോദ്യം നോക്കാം നമുക്കിനി. വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ ലൈൻ ഈസ് ലെങ്ത് എ ഡി? സോ എ ഡി നമ്മൾ എടുക്കണം. എ ഡി 1 2 3 3 ഔട്ട് ഓഫ് 6. വാട്ട് അബൌട്ട് ദ ലെങ്ത് എ സി? വാട്ട് അബൌട്ട് ദ ലെങ്ത് എ സി? എ സി 1 2 2 ഔട്ട് ഓഫ് 6. ആൻഡ് എ ഇ എന്താണ്? എ ഇ 1 2 3 4 4 ഔട്ട് ഓഫ് 6. 1 2 3 4 4 ഔട്ട് ഓഫ് 6. Is that okay? Now comes to മനസ്സിലായോ? നിങ്ങൾക്ക് ഇത്രയും കൺസെപ്റ്റ് മനസ്സിലായോ? ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയില്ലല്ലോ. നോക്കാം നമുക്ക് അടുത്തത്. In 20 minutes the minute hand of clock turns through how much of a circle? 20 മിനിറ്റ് കൊണ്ട് മിനിറ്റ് ഹാൻഡ് ക്ലോക്കിൽ സർക്കിളിൻ്റെ എത്ര പോർഷൻ കറങ്ങുമെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഇത്തിരി കോംപ്ലക്സ് ആണെന്ന് തോന്നും, ബട്ട് ബിലീവ് മീ ഇറ്റ് ഈസ് ഈസി. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ക്ലാസ്സിലെ സർക്കിളിൻ്റെ ക്ലാസ് പഠിപ്പിച്ചപ്പോൾ തന്നെ ആ ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് സർക്കിളും അതിൻ്റെ റേഡിയസും ഈ ക്ലോക്കിൻ്റെ കാൽക്കുലേഷനും എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. സോ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു ലൈനാണ്, വേറൊരു ടൈപ്പാണ്. നോക്കാം നമുക്ക് എന്തുവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 20 മിനിറ്റ് കൊണ്ട് ക്ലോക്കിൻ്റെ മിനിറ്റ് ഹാൻഡ്, ഇതിനകത്ത് ഏതാ മിനിറ്റ് ഹാൻഡ്? ദിസ് ഈസ് മിനിറ്റ് ഹാൻഡ്, ദിസ് ഈസ് അവർ ഹാൻഡ്. യെസ് ഓർ നോ?
സോ ക്ലോക്കിൻ്റെ മിനിറ്റ് ഹാൻഡ് 20 മിനിറ്റ് കൊണ്ട് എത്രത്തോളം ദൂരം പോകും? ക്ലോക്ക് നോക്കാൻ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവന്മാർ പോയി ക്ലോക്ക് നോക്കാൻ പഠിച്ചോണം. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ആപ്റ്റിറ്റ്യൂഡുകളാണ്. ആറ്റിറ്റ്യൂഡല്ല, ആപ്റ്റിറ്റ്യൂഡ്, ചെറിയ കഴിവുകളാണ്. ഓക്കെയാ? സോ സമയം നോക്കാൻ അറിയാത്തവന് ഈ 20 മിനിറ്റിൽ നിന്ന് ഇത് കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. സമയം നോക്കാൻ അറിയണം. സോ സമയം എന്തുവാ? ഇപ്പോൾ 2 മണിയായി, 2:20 ആണെങ്കിൽ ഈ സൂചി എവിടെ വരണം? വിച്ച് വൺ? ഈ മിനിറ്റ് ഹാൻഡ് എവിടെ വരണം? 20 എന്ന് പറഞ്ഞാൽ എത്ര? ഇവിടെ വരുമ്പോൾ എത്ര? 15, 2:15 എന്ന് പറയും. സോ അത് ഇവിടെ വരുമ്പോൾ എത്ര? 2:20. യെസ് ഓർ നോ? സോ 2:20 എന്ന് പറയുമ്പോൾ ഈ മിനിറ്റ് ഹാൻഡ് ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞവൻ ഇവിടെ വന്ന് നിൽക്കും. യെസ് ഓർ നോ? യെസ് ഓർ നോ? സോ ദ മിനിറ്റ് ഹാൻഡ്, ക്ലോക്കിൻ്റെ മിനിറ്റ് ഹാൻഡ് എത്ര പോർഷൻ കവർ ചെയ്യും 20 മിനിറ്റ് കൊണ്ട്? 1, 2, 3, 4 പോർഷൻ കവർ ചെയ്യും. സോ വാട്ട് ഈസ് ദിസ് ടോട്ടൽ? മൊത്തം എത്ര പാർട്ടുണ്ട് അറിയാമോ? 1 പാർട്ട്, 2 പാർട്ട്, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 പാർട്ടുണ്ട്. സോ the clock is divided into 12 equal parts. Yes or no? By 20 minutes the minute hand travel 4 parts. Okay, now comes to the question. What is the question? In 20 minutes minute hand of a clock turns through how much of the circle? It turns 4 out of 12 of the circle. കാര്യം എന്തുവാ? ഈ സർക്കിളിനെ ഈക്വൽ ആയിട്ടുള്ള 12 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 പാർട്ട്, 2, 3 പാർട്ട്, 4 പാർട്ട്, 5, 7, 8, 9, 10, 11, 12. സോ അങ്ങനെ 12 പാർട്ടുകളായിട്ട് നമ്മൾ സർക്കിളിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 4 പാർട്ട്, 4 out of 12, 4 part of the circle will be covered by the minute hand in 20 minutes. Now the next question. In 4 hours, 4 മണിക്കൂർ കൊണ്ട് how much of a circle does the hour hand turns? ഇപ്പോൾ അവർ ഹാൻഡിനെ കുറിച്ചാണ് ചോദ്യം വരുന്നത്. അവർ ഹാൻഡ് ദാ 2 മണിയിൽ ഇപ്പോൾ നിൽക്കുക. അവർ ഹാൻഡ് 4 മണിക്കൂർ കറങ്ങണം. അതായത് 2-ൽ നിന്ന് എവിടെ വരും? അവൻ 6-ൽ വരും. യെസ് ഓർ നോ? ഇൻ 4 hours ഹൗ മച്ച് ഓഫ് ദ സർക്കിൾ ഇറ്റ് ടേൺസ്? സോ ഇവൻ 1 പാർട്ട് കവർ ചെയ്യും, 2 പാർട്ട് കവർ ചെയ്യും, 3 പാർട്ട് കവർ ചെയ്യും, 4 പാർട്ട് കവർ ചെയ്യും. സോ 4 out of 12. ഇൻ 4 hours ഹൗ മച്ച് ഓഫ് എ സർക്കിൾ ഡസ് ദ അവർ ഹാൻഡ് ടേൺസ്? 4 out of 12. When the minute hand moves from 1 to 9. സോ ഇത് അവർ ഹാൻഡ് ആയിരുന്നേ. ഇനി അടുത്ത ചോദ്യം മിനിറ്റ് ഹാൻഡിനെ കുറിച്ചാണ്. When the minute hand moves from 1 to 9, that is 1 is here, 9 is here. 1-ൽ നിന്നും 9 വരെ മിനിറ്റ് ഹാൻഡ് ട്രാവൽ ചെയ്യുന്ന ടൈം കൊണ്ട് ഹൗ മച്ച് ഓഫ് ദ സർക്കിൾ ഡസ് ഇറ്റ് ടേൺ? സർക്കിളിൻ്റെ എത്ര പോർഷൻ കവർ ചെയ്യും എന്ന ചോദ്യം. മനസ്സിലായോ? ആൻസർ ചെയ്യാമോ നിങ്ങൾക്ക്? മിനിറ്റ് ഹാൻഡ് 1-ൽ നിന്നും 9 വരെ പോകണം. എത്ര പാർട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്? 1, 2, 3, 4, 5, 6, 7, 8 പാർട്സ്. യെസ് ഓർ നോ? സോ 8 out of ടോട്ടൽ നമുക്കറിയാം 12 പാർട്സാണ് നമുക്കറിയാം. 12 ഓഫ് ദി സർക്കിൾ. മനസ്സിലാവുന്നോ? ഹൗ മച്ച് ഓഫ് ദ സർക്കിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം 8 out of 12 ഓഫ് ദ സർക്കിൾ ഓർ 8/12 ഓഫ് ദ സർക്കിൾ എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെയാ? 2/3 പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് പറയാം 8/12. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? പാർട്സ് ഓഫ് ഡിഫറെൻ്റ് form. We know how to divide a circle into 4 equal parts using a set square. അറിയത്തില്ലേ? സെൻറ്ററിൽ വെക്കുക, ഒരു ലൈൻ വരയ്ക്കുക,
90 ഡിഗ്രി വെച്ച് കട്ട് ചെയ്യുക. അത് നേരെ ഇങ്ങോട്ട് കട്ട് ചെയ്യുക, നേരെ ഇങ്ങോട്ട് പോയി ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക, 4 പാർട്ടായി. ഡ്രോ എ സർക്കിൾ ഇൻ എ കാർഡ്ബോർഡ് ആൻഡ് കട്ട് ഔട്ട് എ പീസ് ലൈക്ക് ദിസ്. The piece cut off can be called 1/4 of the circle. The piece cut off can be called 1/4 of the circle. Yes or no? 4 പാർട്ട് ആയതിൽ ഒരെണ്ണം 1/4, 1/3, 1/3, 1/12. So 1/4 of the circle. And we can write as 1/4. What about the larger piece, that is 3/4? 3/4. Yes or no? 3/4. It is made up of 3 of the 4 equal parts. So 3/4. So ഈ 3/4 നമുക്ക് 3/4 എന്ന് വിളിക്കാം. കാര്യം ഇങ്ങനൊരു പറച്ചിലുണ്ട്, ഒരു എക്സ്പ്രഷനാണ്, അത്രേ ഉള്ളൂ. 1/4 നമുക്ക് ക്വാർട്ടർ എന്ന് വിളിക്കാൻ പറ്റും. ക്വാർട്ടറിൻ്റെ R സൈലൻ്റ് ആണ്, ക്വാർട്ടർ എന്ന് നമ്മൾ പറയും. സോ ക്വാർട്ടർ എന്ന് എപ്പോൾ നിങ്ങൾ കേട്ടാലും അത് 4/1 അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നോ? ഇപ്പോൾ ആരെങ്കിലും ഒരു വർഷത്തിൻ്റെ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട്? 12 months ഉണ്ട് ഒരു ഇയറിൽ. സോ എ ക്വാർട്ടർ ഓഫ് ആൻ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മീനിങ് ഈസ് 1/4 of 12 months, that is 3 months. So a quarter of a year means 3 months. Is that okay? Is that okay? ഇപ്പോൾ ആൾക്കാർ പറയുക എന്താ എത്ര ലിറ്റർ പാലുണ്ട് കയ്യിൽ? എ ക്വാർട്ടർ. എ ക്വാർട്ടർ. R സൈലൻ്റ് ആണ്, ക്വാർട്ടർ. എ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എത്ര? 1/4 ഓഫ് ദ ലിറ്റർ, ദാറ്റ് ഈസ് 250 ml പാലാ കയ്യിലിരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. യെസ് ഓർ നോ? ഓക്കെ ഓക്കെ. സോ വി ഓഫൺ സേ ക്വാർട്ടർ 1/4 ആൻഡ് 3/4. സോ 3/4 എന്ന് പറയുന്നത് 3/4, ക്വാർട്ടർ എന്ന് പറയുന്നത് 1/4, 3/4 എന്ന് പറയുന്നത് 3/4. Let's cut one more small piece from the larger piece and paste it into the small. So ഇപ്പോൾ എന്തുവായി? half ആണ്. Okay. Layla says each of these pieces is made up of 2 parts of 4 equal parts. So each is 2/4. Yes, it is. She is right. 2/4 is also half. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? 2/4 half ആണെന്ന്. That is 2/4 and 1/2 are both half as a whole. ഒന്നുമില്ല, ഇതിപ്പോൾ മൊത്തത്തിൽ 4 പീസാക്കി. ആ 4 പീസിൻ്റെ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 2/4 എന്ന് പറയാം. ഇനി മൊത്തത്തിൽ എനിക്ക് സർക്കിളിനെ നോക്കുമ്പോൾ പറയാൻ പറ്റും ഇത് ഹാഫ് സർക്കിളാണെന്ന് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാൽക്കുലേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നിലവിൽ കൊടുത്തിട്ടില്ല. മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. 2/4 ആകുമ്പോൾ നമ്മൾ 2 × 1 എന്നും 4നെ നമ്മൾ 2 × 2 എന്നും എഴുതും. 2 ക്യാൻസൽ ചെയ്തിട്ട് 1/2 എന്ന് എഴുതാൻ പറ്റും നമുക്ക്. ഫ്രാക്ഷനെ എപ്പോഴും സ്മോളസ്റ്റ് ഫോമിലാക്കിയിട്ട് വേണം നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ. ഓക്കെ, അതൊക്കെ പിന്നീടുള്ള ക്ലാസ്സുകളിൽ വരും. ബട്ട് ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്. 4 equal parts are marked on 1 meter long string. സോ 1 meter ലോങ് ഉള്ള സ്ട്രിങ് ആണിത്. സോ 1 പാർട്ട്, 2 പാർട്ട്, 3 പാർട്ട്, 4 പാർട്ട്. എത്ര? 4 equal parts. Yes, 4 equal parts. How much is each part? Each part is a quarter. ക്വാർട്ടർ പഠിച്ച ഓർമ്മയില്ലേ ഇവിടെ നിങ്ങൾ? ക്വാർട്ടർ. ഈച്ച് പാർട്ട് ഈസ് എ ക്വാർട്ടർ. QUARTER. R സൈലൻ്റ് ആണ്, ക്വാർട്ടർ. സോ ഹൗ ലോങ് ഈസ് ഈച്ച് പാർട്ട്? a quarter meter. 1/4 meter, a quarter meter. Let's cut out 2 pieces as shown below. What is the length of each piece? It is half quarter. It is half quarter. മൊത്തം ഉണ്ടായിരുന്നതിൻ്റെ പകുതി. ഓർ ഐ ക്യാൻ സേ 1 പാർട്ട്, 2 പാർട്ട്, 3 പാർട്ട്, 4 പാർട്ട്. 4 പാർട്ടിൽ 2 ആയിരുന്നു എന്ന് എനിക്ക് പറഞ്ഞൂടെ? 4 പാർട്ടിൽ 2 ആയിട്ടൂടെ പറഞ്ഞൂടെ? സോ 2/4 എന്ന് എനിക്ക് പറഞ്ഞൂടെ? 2/4 എന്ന് പറഞ്ഞൂടെ? പറയാം. 2/4നെയാണ് ഞാൻ ഡിവൈഡ് ചെയ്ത് 1/2 ആക്കിയത്. സോ ഈച്ച് ഈസ് മെയ്ഡ് ഓഫ് 2 parts of 4 equal divisions of 1 meter. We can say half meter since it is half of 1 meter. Yes or no? Now ഇവിടെ രണ്ട് സർക്കിൾ കൊടുത്തിട്ടുണ്ട്. 2 circles of the same size are marked 6 equally spaced points each. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ആൾട്ടർനേറ്റ് പോയിൻറ്റ്സ് ആണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഓരോന്ന് 120 ഡിഗ്രി വരും. അപ്പോൾ 1/3 ആയി മാറും. ജോയിൻസ്. ഓക്കെ, ഈച്ച് ഓക്കെ in the other joining all the points to the center. അതായത് ഇതിനകത്ത് 6 പോയിൻറ്റും
6 പോയിൻറ്സും സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 പോയിൻറ്റ്സ് മാത്രമേ സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പോയിൻറ്റ് നമ്പർ 1, പോയിൻറ്റ് നമ്പർ 2, പോയിൻറ്റ് നമ്പർ 3. ഇവിടെ ആണെങ്കിൽ 1, 2, 3, 4, 5, 6 6 പോയിൻറ്റ്സും സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 പോയിൻറ്റ്സ് മാത്രമേ സെൻറ്ററായിട്ട് കണക്ട് ചെയ്തുള്ളൂ. ആൾട്ടർനേറ്റ് പോയിൻറ്റ്സ് മാത്രമേ സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്തുള്ളൂ. ഇസ് ദാറ്റ് ഓക്കെ? വാട്ട് അബൌട്ട് ദ സെക്കൻഡ് സർക്കിൾ? ഇനി ചോദിക്കുക, ഈച്ച് പാർട്ട് ഓഫ് ദ ഫസ്റ്റ് സർക്കിൾ ഈസ് 1/3. യെസ്, ഇത് 1/3 ആണ്, ഇത് 1/3 ആണ്, ഇത് 1/3 ആണ്. ഇനി വാട്ട് അബൌട്ട് ദ സെക്കൻഡ് സർക്കിൾ? സെക്കൻഡ് സർക്കിളിനകത്ത് നമ്മൾ മൊത്തത്തിൽ എത്ര പാർട്ടായിട്ടാണ് മാറ്റിയിരിക്കുന്നത്? ഇത് പാർട്ട് നമ്പർ 1, പാർട്ട് നമ്പർ 2, പാർട്ട് നമ്പർ 3, പാർട്ട് 4, പാർട്ട് 5, പാർട്ട് 6. ദാറ്റ് ഈസ് ഈച്ച് പാർട്ട് ഈസ് 1/6. യെസ് ഓർ നോ? 1/6 ആണ് ഈച്ച് പാർട്ട്. 1/6. Suppose we color 2 parts of the second circle. സോ സെക്കൻഡ് സർക്കിളിൻ്റെ 2 പാർട്ട് സൈൻ ചെയ്തിരിക്കുക, കളർ ചെയ്തിരിക്കുകയാണ്, ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇതിനെ നമ്മൾ എന്തോ പറയും? 1, 2 ഔട്ട് ഓഫ് 6. 1, 2, 3, 1, 2, 3, 4, 5, 6. സോ 2 ഔട്ട് ഓഫ് 6. സോ 2 ഔട്ട് ഓഫ് 6നെ നമുക്ക് എഴുതാൻ അറിയാം 2 × 1 ഡിവൈഡഡ് ബൈ 3 × 2. 2ഉം 2ഉം കോമൺ ആയിട്ടുണ്ട്, ഞാൻ ക്യാൻസൽ ചെയ്ത് 1/3 എന്ന് എനിക്ക് പറയാം. If 2 of 6 equal parts, we can say 2/6, but this is equal to colored of 1/3 of the first circle. അത് നിങ്ങൾ മാപ്പ് ചെയ്താൽ പറയണ്ടേ. ഇത് മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ഇതും സെയിം ആണ്, 1/3 ആണ്. ഇത് 2/6, ഇതും സെയിം ആണ്. ഓക്കെ, പിന്നെന്തോ പറയുന്നത്? ഇഫ് യു വാണ്ട് യു ക്യാൻ കട്ട് ഔട്ട് ദീസ് പീസ് ആൻഡ് ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദറ്റ് ഈസ് 1/3 and 2/6 means the same thing. Yes, both are same thing. Yes or no? Let's color one more parts of the second circle. So second circle-ൻ്റെ ഇനി ഒരു പാർട്ടും കൊണ്ട് ഈ പാർട്ടും കൂടെ കളർ ചെയ്യാൻ പോവാം. പാർട്ടും കൂടെ കളർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര പാർട്ടാണെന്നാണ് പറയുന്നത്? 1, 2, 3 പാർട്ടുണ്ട്. സോ 3 ഔട്ട് ഓഫ് 6. യെസ് ഓർ നോ? 3 ഔട്ട് ഓഫ് 6നെ 3 × 1, 3 × 2 ഈസ് 6. 3 × 1, 3 × 2 ഈസ് 6. 3യും 3യും ക്യാൻസൽ ചെയ്ത് ദാറ്റ് ഈസ് 1/2. യെസ് ഓർ നോ? സോ 3/2 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? ഇതും കൂടെ കളർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഈ സർക്കിളിൻ്റെ ഹാഫ് പോർഷനെ കളർ ചെയ്ത് തീർന്നില്ലേ? തീർന്നു. ദാറ്റ് ഈസ് 1/2. ഹൗ അബൌട്ട് വൺ മോർ പാർട്ട്? ഒരു പാർട്ടും കൂടെ കളർ ചെയ്യാൻ പോവുക. ഒരു പാർട്ടും കൂടെ കളർ ചെയ്തപ്പോൾ ഇത് എത്ര പാർട്ടായി? 1, 2, 3, 4 പാർട്ടായി. 4 ഔട്ട് ഓഫ് 6. അഗെയിൻ 2 × 2, 3 × 2. 2 ക്യാൻസൽ ചെയ്തു, 2/3 ആയി. യെസ് ഓർ നോ? ഇവിടെ 1/3 കൊണ്ട് ചേർന്ന് 2/3 എന്ന് പറയുന്നത് ഇത്രയും. ഇതിനകത്ത് ഇച്ചിരി പോർഷൻ മാറി. സോ അതല്ലേ നമുക്ക് ഇവിടെ കിട്ടിയ ഈ 2/3 എന്ന് പറയുന്നത്. ഇവിടെ 1/3 പോർഷൻ അല്ലേ ബാക്കിയുള്ളൂ. സോ 2/3ഉം 4/6ഉം സെയിം ആണ്. 2/3ഉം 4/6ഉം സെയിം ആണ്. ഈസ് ദാറ്റ് ഓക്കെ? മനസ്സിലാവുന്നു? ഇത്തിരി സ്പീഡിലാണ് പോയെന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൗ ഡ്രോ എ സർക്കിൾ ആൻഡ് സ്പ്ലിറ്റ് ഇറ്റ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ് യൂസിങ് എ സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ വെച്ച് 8 ഈക്വൽ പാർട്സ് ആവണമെങ്കിൽ സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിൾ എത്ര ആയിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇത് 90 ഡിഗ്രിയും ഇത് രണ്ടും 45ഉം ഉള്ള സെറ്റ് സ്ക്വയർ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈക്വലായിട്ട് 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഒരു പോയിൻറ്റിന് അറൗണ്ട് ആയിട്ടുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. 8 ഈക്വൽ പാർട്സ് ആക്കണമെങ്കിൽ ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ 8 കൊണ്ട് എനിക്കിതിനെ ഡിവൈഡ് ചെയ്യണം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പാടാണെങ്കിൽ 4 × 2. 4 × 2 എത്ര? 8. സോ 4 × 2 കൊണ്ട് എനിക്കിതിനെ ഡിവൈഡ് ചെയ്യാം. യെസ് ഓർ നോ? മനസ്സിലായോ? ഇനി 4 ടേബിൾ അറിയാവുന്നവനറിയാം. 4 × 9 എത്രയാണ്? 9/4 36. സോ ഇത് 9 ആണ്. 90/2 45. യെസ് ഓർ നോ? സോ 45 ഡിഗ്രി ഉള്ളതുകൊണ്ട് വെച്ചാണെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് 8 ഈക്വൽ പീസുകൾ കിട്ടൂ. ഓക്കെ, 45 വെച്ച് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് 8 ഈക്വൽ പീസുകളെ കിട്ടൂ. 1, 2, 3, 4, 5, 6, 7, 8. മനസ്സിലായോ? These pictures show the parts colored 2 at a time. നോക്കാം.
2 at a time. നമ്മളിവിടെ എഴുതിയാൽ വേണ്ടത് ഇതിൻ്റെ എന്തുവാണ്. സോ മൊത്തത്തിൽ എത്ര പാർട്ടുണ്ട്? 8 പാർട്ടുണ്ട്. 2 വെച്ച് കളർ ചെയ്യാൻ പോവുക. സോ ഇവിടെ 2 വെച്ച് കളർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 out of 8. 2 out of 8 എന്ന് വെച്ചാൽ എത്രയാണ്? 2 into 1 divided by 4 into 2. 4 2 8 അല്ലേ? 4 into 2. 2 പോയി that is 1/4. ഇതെത്ര? 1 2 3 4. 4/8. സോ 4ഉം 8ഉം കോമൺ ആയിട്ട് 4 ഉണ്ടല്ലേ അതിനകത്ത്. സോ 4 into 1 ഡിവൈഡഡ് ബൈ 4 into 2. 4 into 1 4 ആണ്. 4 into 2 8 ആണ്. സോ കോമൺ ആയിട്ട് 4 ഉണ്ടായതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. 1/2. ഇവിടെ 1 2 3 4 5 6. സോ 6 ആണ് അവിടെ. 6 out of 8. 6 out of 8. 6 out of 8. ഇവിടെ എന്തോ ചെയ്യണ്ടേ? ഇവിടെയും ആറിൻ്റെ ഫ്രാക്ഷൻസ് 2ഉം ഫാക്ടേഴ്സ്, ഫ്രാക്ഷൻ അല്ല ഫാക്ടേഴ്സ്. 2 into 3 6 ആണ്. 4 into 2 8 ആണ്. സോ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. 3/4. യെസ് ഓർ നോ? സോ ഫൈനലി നിങ്ങളിവിടെ എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെ നിങ്ങൾ എഴുതണം 2/8 ഈക്വൽ ടു 1/4. 4/8 ഈക്വൽ ടു 1/2. 6/8 ഈക്വൽ ടു 3/4 എന്ന് എഴുതണം. ബിലോ ഈച്ച് റൈറ്റ് ദ പാർട്ട് colored as fractions in two different ways. A 1 meter long strip is cut into 12 equal pieces. സോ നമുക്കറിയാം ഇവിടെ 12 ഈക്വൽ പീസ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ഓരോ പീസിൻ്റെയും ലെങ്ത് എന്താണെന്ന്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? 1/12. Let's join them in pair. What is the length of each pair? That is 1 2. 2/12 ആണ്. So 2 into 1 6 into 2. 2 cancelled. 1/6 ആണ്. It is 2 of 12 equal parts of 1 meter. 2/12 of meter. If we look at each pair as a single piece, it is 1 of 6 equal. So 1/6 meter. 1/6 meter. See അതിൻ്റെ കൺസെപ്റ്റ് ഞാൻ ഇതിൻ്റെ 2/12 1/6 എന്നാക്കിയില്ലേ, അതിൻ്റെ കൺസെപ്റ്റ് അവരിവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമല്ല, ബട്ട് ഇറ്റ്സ് കൺസെപ്റ്റ്. നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ മനസ്സിലാക്കാൻ പറ്റാത്തവർക്കുള്ള കൺസെപ്റ്റാണിത്. പക്ഷേ ഇതാണ് എനിക്ക് ഇതിലൂടെ കോംപ്ലക്സ് ആയി തോന്നുന്നത്. നിങ്ങൾക്കിഷ്ടം ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് ചെയ്യാൻ വേണ്ടി ഇവരെന്തോ ചെയ്തെന്ന് വെച്ചാൽ ഇതിനെ ഈ 12 എണ്ണത്തിനെ 2 എണ്ണം വെച്ചുള്ള പീസുകളാക്കി അങ്ങ് മാറ്റി. 2 എണ്ണമുള്ള പീസുകളാക്കുമ്പോൾ ഇനി എന്തോ പറയാം? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. അതായത് ഒരു പെയർ എന്ന് പറയുന്നത് 1/6 ആണെന്ന് എനിക്ക് പറയാം. യെസ് ഓർ നോ? ഒരു പെയർ എന്ന് പറയുന്നത് 1/6 ആണെന്ന് എനിക്ക് പറയാം. വാട്ട് ഇഫ് വി ജോയിൻ ദ 12 പീസസ് 3 at a time? 3 at a time ആകുമ്പോൾ എന്തോ ചെയ്യുന്നത്? ഒരു കാര്യം എനിക്കറിയാം, 3 out of 12 ആണെന്ന് എനിക്കറിയാം. വേറെ രീതി ചെയ്യുന്നത് എങ്ങനെയാ? ഞാൻ ഈ 3 എണ്ണത്തിനെ അങ്ങ് പെയർ ചെയ്യും. ഈ 3 എണ്ണത്തിനെ പെയർ ചെയ്യും, 3 എണ്ണത്തിനെ പെയർ ചെയ്യും, 3 എണ്ണത്തിനെ പെയർ ചെയ്യും. അതായത് എനിക്ക് 1 2 3 4 പീസാണ് മൊത്തം കിട്ടിയിരിക്കുന്നത്. സോ 1 out of 4 എന്ന് എനിക്ക് കിട്ടും. യെസ് ഓർ നോ? 1 out of 4 എന്ന് എനിക്ക് കിട്ടും. 1 2 3 4 1/4. സോ അത് തന്നെയല്ലേ എനിക്ക് ഇവിടെയും കിട്ടുന്നതും 3/12. അല്ലെങ്കിൽ എനിക്ക് പറയാം ഇത് 3/12 ആണെന്നറിയാം. 1 2 3 1 2 3 എണ്ണം ഒരുമിച്ചായിരിക്കുന്നത് 3/12. 3/12 ഞാൻ എന്തോ ചെയ്യും? 3 into 1 divided by 4 into 3. 3ഉം 3ഉം ക്യാൻസൽ ചെയ്ത് 1/4. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് ട്രിപ്പിൾ? ഓരോ ട്രിപ്പിളിൻ്റെ ലെങ്താണ് നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. 3/12 or 1/4. What if join 4 at a time? 4 വെച്ചാൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്തോ ചെയ്യും? 4 എണ്ണം വെച്ചാൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ 3 പീസ് വരും. 1 2 3 4 5 6 7 8 9 10 11 12.
സോ 1 2 3 പീസേ ഉള്ളൂ. സോ 3ൽ 1 വരുന്നത്. ഓർ നമ്മളുടെ നേരത്തെ കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 12 പീസുണ്ട്. അതിനകത്ത് 4 എണ്ണം ഒരുമിച്ച്. സോ 4 ഔട്ട് ഓഫ് 12, 4 ഇൻറ്റു 1, 4 ഇൻറ്റു 3. 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ 1/3. Yes or no? Yes or no? The length of each is, I could say, 4 out of 12. That is 1/3. Now suppose we join 12 pieces as below. Now we join the 12 pieces as below to make 2 parts. എത്ര പാർട്ടാ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നവർ? 1 2 3 4 5 6 7 8 9 10 11 12. 8 പീസിനെ ഒരുമിച്ചാക്കി വെച്ചിരിക്കുക. ലെങ്ത് ഓഫ് ദ ലാർജർ പീസ്, ഇതാണ് ലാർജർ പീസ്. ലെങ്ത് ഓഫ് ദ സ്മോളർ പീസ്, ഇതാണ് സ്മോളർ പീസ്. സോ ലാർജർ പീസിനകത്ത് 8 എണ്ണം ഉണ്ട് ഔട്ട് ഓഫ് 12. യെസ് ഓർ നോ? ഇവിടെ 4 എണ്ണമുണ്ട് ഔട്ട് ഓഫ് 12. 1 2 3 4 4 എണ്ണമുണ്ട് ഔട്ട് ഓഫ് 12. സോ 8/12 നിങ്ങൾ എങ്ങനെ അവിടെ എഴുതാൻ പോകുന്നത്? സോ 8 12 രണ്ടും 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. യെസ് ഓർ നോ? സോ ഐ വിൽ ഡു 4 ഇൻറ്റു 2 ഈസ് 8 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3 ഈസ് 12. സോ 4ഉം 4ഉം കോമൺ ആയി ഞാനത് ക്യാൻസൽ ചെയ്തു. 2/3. സോ 2/3 ഈസ് ദി ആൻസർ. യെസ് ഓർ നോ? ഹിയറോ 4/12. അതെങ്ങനെയാണ് ഞാൻ 4/12 എഴുതുന്നത്? 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 3 12. 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 1/3. സോ 1/3 മീറ്ററാണ് ഇവിടെ എഴുതേണ്ടത്. 2/3 മീറ്ററാണ് ഇവിടെ എഴുതേണ്ടത്. സോ ദ ഫൈനൽ ആൻസർ ദർ ഈസ് 1/3 മീറ്റർ, സോറി 2/3 മീറ്റർ ആൻഡ് 1/3 മീറ്റർ. 1 2. ഇവിടെ 4/12ഉം 8/12ഉം എഴുതണം. ഓക്കെയാ? വാട്ട് ഇഫ് വി ജോയിൻ ലൈക്ക് ദിസ്? അടുത്ത ജോയിനിങ്ങാണ് വരുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12. So length of the larger piece, this is the larger piece. Length of the shorter piece, this is the shorter piece. So length of the larger piece, what is the length? 9 out of 12. So 9 out of 12 meters. Smaller one, 1 2 3 pieces. 3 out of 12. 3 pieces out of 12. Yes or no? So 9/12, how will you write? 3 into 3 is 9. 12. 4 into 3 is 12. 3 I am cancelling. So I got the answer 3/4. Yes or no? Now 3/12. So 3/12, how will I do? 3 into 1 divided by 12 is 4 into 3. Now 3 12. 3 gone, 3 gone. That is 1/4. So 1/4. So here answer you should write 9. Answer you should write 9/12 is equal to 3/4. 3/12 is equals 1/4. മനസ്സിലായോ പിള്ളേരെ? മനസ്സിലായോ? ഇതിനകത്ത് ചെറിയൊരു കാര്യം കൂടെ കൊടുത്തിരിക്കുന്നത്, അല്പം കൂടുതലുണ്ട്.